ഗുഡ് മോർണിംഗ്. ഇതാണ് കേട്ടോ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് നവംബർ 2 ആണ്. അപ്പോൾ മരിച്ചവിശ്വാസികളുടെ പെരുന്നാളാണ്. ഓർമ്മ ദിവസം നമ്മൾ എല്ലാ മരിച്ചവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ബാഗ് എന്താണെന്ന് വെച്ചാൽ അതുവഴി ഇന്ന് എനിക്ക് ലേമർത്തിയെന്നില്ലേ അവിടെ പോകണം. ഒരു വർക്കുണ്ട് ഷിൻഡോ ബ്രോയുടെ കൂടെ. പറ്റുവാണെങ്കിൽ അവിടുത്തെ കുറച്ച് വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യാം. അപ്പം ഹാപ്പി മോർണിംഗ്. അപ്പം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഞാൻ പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. അമ്മ ഓൾറെഡി പോയതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ പോയി. എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ലാസ്റ്റായിട്ട് പതുക്കെയൊക്കെ പോകും. പള്ളിയിലെ കുർബാനയും നൊവേനയും ഒപ്പീസൊക്കെ കഴിഞ്ഞ് KSRTC ബസ്സിൽ കയറി നേരെ ചേർത്തലയ്ക്കും. ഇന്ന് ഞാൻ കയറിയത് 2 KSRTC ബസ്സിലും ലേഡി കണ്ടക്ടേഴ്സ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു അവരുടെ ബിഹേവിയറും. നല്ല കൂളായിട്ട് നമുക്ക്, അതായത് എനിക്ക് എവിടെ ഇറങ്ങണം, ലേമേഡികളിൽ പോകണമെങ്കിൽ എന്നൊക്കെ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് അവർ ഹെൽപ്പ് ചെയ്ത് തന്നു. ആദ്യത്തെ ആൾ എക്സ്റേ ഇറങ്ങി നിന്നാൽ മതി, പുറകെ ആലുവ ബസ് വരും, അതിൽ കയറി കഴിഞ്ഞാൽ കുണ്ടന്നൂർ പോകാം എന്നുള്ള കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. അടുത്ത ആൾ എവിടെ ഇറങ്ങിയിട്ടാണ് ലേമേഡിയിലേക്ക് പോകാൻ കുറച്ചുകൂടെ എളുപ്പം എന്ന് പറഞ്ഞ് തന്നു. ലേഡി കണ്ടക്ടർ ആയതുകൊണ്ട് പറഞ്ഞല്ല കേട്ടോ. പക്ഷെ ലേഡി ആണെങ്കിലും എന്താ പറയുക, മെന്നാണെങ്കിലും ചില സമയത്ത് ഇവരുടെ ബിഹേവിയർ അത്ര പോരാ. മേ ബി അവർക്ക് എന്തെങ്കിലും ടെൻഷൻ കാണും. അതെന്തെങ്കിലും ആട്ടെ, ഞാൻ അവിടെ എത്തി കുറേ മണിക്കൂറുകൾ മുന്നേ 10:30 വരാൻ പറഞ്ഞ ഞാൻ ഏകദേശം 8:15 തന്നെ എത്തിയതുകൊണ്ട് തന്നെ അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അടുത്ത് കണ്ട ഒരു ഹോട്ടലിൽ കയറി ഞാൻ ഫുഡ് കഴിക്കാൻ വന്നു. ചില സമയത്ത് എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, പ്രൗഡ് മൊമെൻ്റൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അത്രയും റഷായിട്ടുള്ളൊരു ഹോട്ടലിൽ, പ്രത്യേകിച്ചും അവിടെ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. മൊത്തം അവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കിന് വന്നിട്ടുള്ള, കൺസ്ട്രക്ഷൻ അല്ല, ആ റോഡും ആൾക്കാരുടെ ഇടയിൽ ഇരുന്ന് ഒറ്റയ്ക്ക് കഴിക്കുക. അങ്ങനെ അതേ ഷിൻഡോ ബ്രോ വന്നു കേട്ടോ. നീണ്ട 2 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ലേമർ ഡേൻ്റെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് നമുക്കല്ല, തിങ്ക് പാം എന്ന് പറയുന്ന ഒരു IT കമ്പനിയിൽ അവിടെ ഫൗണ്ടേഷൻ ഡേ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ കുറച്ച് പ്രോഗ്രാംസൊക്കെ, അവിടുത്തെ സ്റ്റാഫ് കുറച്ച് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട്. കൂടുതലും ക്ലാസിക്കൽ, എന്താ പറയുക, സെമി ക്ലാസിക്കൽ, അതാണ് തീം. അപ്പോൾ അവർക്ക് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി. സംഭവം അകത്തോട്ടൊക്കെ ചെന്നു. നമ്മൾ 10:30 ആക്ച്വലി ഞാൻ വന്നത് കേട്ടോ. അവർ ഫൈനൽ റിഹേഴ്സലൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ സാധാരണ TV-യിലൊക്കെയാണ് ഇതുപോലത്തെ റിയാലിറ്റി ഷോയൊക്കെ കണ്ടിട്ടുള്ളത്. നന്നായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇത്രയും വലിയ ആൾക്കാരുള്ള സീറ്റിൽ ഞാൻ ചുമ്മാ എന്തോ തിയേറ്ററിൽ മൂവി കാണുന്ന എഫക്റ്റിലായിരുന്നു. ഞങ്ങളവിടെ 10:30 ചെന്നെങ്കിലും മേക്കപ്പ് ഇട്ടാൻ തുടങ്ങിയത് 1:30 ശേഷമാണ്. ഇതൊക്കെ അവിടുത്തെ ആരൊക്കെയോ ആണ്. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനിയും മണിക്കൂറുകൾ സമയമുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പതുക്കെ അവിടെ ഇരുന്ന് അവരുടെ സ്റ്റേജിൽ ഇങ്ങനെ പൊസിഷനൊക്കെ അറേഞ്ച് ചെയ്യുന്ന കാണുമായിരുന്നു. ലൈറ്റ് വരുമ്പോഴത്തേക്ക് ആരൊക്കെ എവിടെ നിൽക്കണം, ഏത് ഓർഡറിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് ടൈം കിട്ടിയപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഇതാണ് ഫുഡൊക്കെ കിട്ടുന്ന കൗണ്ടർ. ഇവിടെ വന്ന് നമ്മൾ ടോക്കൺ കൊടുത്താലാണ് നമുക്ക് ഫുഡ് കിട്ടാം. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പോയി എന്തി നോക്കി എന്തെങ്കിലും കഴിക്കാൻ പറ്റിയ സാധനം ഉണ്ടെങ്കിൽ കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒന്നും കിട്ടിയില്ല കേട്ടോ. തിരിച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ മാറ്റി. ശരിക്കും നല്ല കാണാൻ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെയൊക്കെ കോളേജ് ഡേയും ഓണം സെലിബ്രേഷനും ഒക്കെ ചെറുതായിട്ട് ഓർമ്മ വന്നു. പക്ഷേ ഇത്ര വലിയ ഗ്രാൻഡ് സെറ്റപ്പൊന്നും അല്ലായിരുന്നു കേട്ടോ ലൈറ്റ്സും കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ ഞാനിത് ആദ്യമായിട്ടാണ് ലൈവായിട്ടൊക്കെ കാണുന്നത്. സാധാരണ ഈ അവാർഡ് ഫംഗ്ഷനോ റിയാലിറ്റി ഷോയ്ക്കൊക്കെയാണ് ഇതുപോലത്തുള്ള സെറ്റപ്പൊക്കെ കണ്ടിട്ടുള്ളത്. ഇനിവേ പിള്ളേരെല്ലാം കാണാനും നല്ല അടിപൊളിയായിരുന്നുകൊണ്ട് ഡാൻസൊക്കെ അടിപൊളിയായിരുന്നിരിക്കണം. ഞാൻ അതിന് മുന്നേ പോന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രീൻ റൂമിലേക്ക് പോവാം. അപ്പം ഇവിടെ ആയിരുന്നു ഗേൾസിനുള്ള ഒരുങ്ങേണ്ട സ്ഥലം. നമ്മൾ തന്നെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുവാണ് വർക്കാവുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. തുടങ്ങിയില്ല. എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ 4 മണിക്കൂർ മുമ്പേ വന്ന് റെഡിയാണ്. ഫിംഗർ ക്രോസ്ഡ്, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. എന്താണ് പൊട്ടിത്തറിയുന്നത് എന്നറിയില്ല. ഇതൊക്കെയാണ് എൻ്റെ പണി സാധനങ്ങൾ. വെയിറ്റിംഗ് ആണ്. വരുന്നതെന്ന് അറിയില്ല. ടെൻഷനുണ്ട്. മുമ്പ് ഫേസ് മേക്കപ്പിനൊക്കെയാണ് അസിസ്റ്റ് ചെയ്തത്. ആദ്യമായിട്ടാണ് ഹെയർ മേക്കപ്പ് അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്കൊരു ടെൻഷനുണ്ട്. Say something. Waiting for customer. Artist. Customer and artist. Yes. Waiting for artist. 12 മണിയായി. ഷിൻഡോ ബ്രോ പറഞ്ഞിരിക്കുന്നത് 1 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. സാപ്പാട് മുഖ്യം പറഞ്ഞിട്ട്
എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇല്ലെങ്കിൽ പട്ടിണി എടുക്കേണ്ടി വരും എവരുടെയും ഫുഡാണ്. എന്തൊക്കെയാണ് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഇനി കഞ്ഞിമയറും ആണെങ്കിൽ ഇടിച്ചു മരുന്നുകളൊക്കെ ഞാൻ. അങ്ങനെ പാവ ഷിൻഡോ ബ്രോ 2 കൂപ്പണൊക്കെ സെറ്റ് ചെയ്ത് ഫുഡ് നമ്മൾ കഴിച്ചു കേട്ടോ. ശരിക്കും നമുക്ക് ഫുഡ് അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു നഗ്ന സത്യം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ശരിക്കും എൻജോയ് ചെയ്ത് കഴിക്കാൻ പോലും പറ്റിയില്ല, ടൈം ഇല്ലായിരുന്നുകൊണ്ട്. ഇത് ഷിൻഡോ ബ്രോ വീട്ടിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് വന്ന മുടിയും കുഞ്ചിലൊക്കെയാണ് കേട്ടോ. ഞാനിതൊന്നും എൻ്റെ ലൈഫിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അതോ ഞാൻ ശരിക്കും ഓർക്കുന്നില്ല കേട്ടോ. കോളേജിൽ എന്തോ ഒരു ടൈം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല ശരിക്കും. എന്തായാലും ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയായിരുന്നു. അതുകൊണ്ട് 1-2 ഞാൻ എടുത്ത് വെച്ച് നോക്കി. ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കുമ്പോൾ ഷിൻഡോ ബ്രോ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. നീ എന്താ നാഗവല്ലിയാണോ? മൺചിത്രത്താഴിൽ ശോഭനയുടെ ഒരു സീനുണ്ടല്ലോ, ഇതിൻ്റെ നാഗപടം, ഇതിൻ്റെ പാലക്കാവാലയോ സംതിങ്, അതൊക്കെയാണോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഹെയർ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ലോങ് ഹെയർ എത്രത്തോളം വേണമെന്നൊക്കെ ചെക്ക് ചെയ്യായിരുന്നു. ബിക്കോസ് ഞങ്ങൾക്ക് 2 പേർക്കും ക്ലാസിക്കൽ, എസ്പെഷ്യലി മോഹിനിയാട്ടത്തിൻ്റെ ഒരു ഗെറ്റപ്പൊക്കെ ഫസ്റ്റ് ടൈം ആയിരുന്നു. കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോസും റെഫറൻസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ചെറിയൊരു കൺഫ്യൂസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും പഠിക്കുന്നത്. പിന്നെ കുറച്ച് പട്ടിശ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വെനസ്ഡേയിലെ പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ശരിക്കും ആ ഹെയറൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പം എൻ്റെ ലോങ് ഹെയർ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിവേ, നമ്മുടെ കണ്ടസ്റ്റൻസ് ഇപ്പോൾ വരാറായി. അങ്ങനെ വെനസ്ഡേയിലെ പാട്ടിൻ്റെ ഷോയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഉച്ചരിയോടെ നമ്മുടെ പാർട്ടിസിപ്പൻസ് വന്നു കേട്ടോ. ശരിക്കും നമ്മളോട് പറഞ്ഞിരുന്നത് 7 പേർക്ക് മുടി സെറ്റ് ചെയ്താൽ മതി, ഹെയർ സെറ്റ് ചെയ്താൽ മതി എന്നാണ്. പക്ഷെ വന്നപ്പം 7 എന്നുള്ളത് ഒരു 10-40 മാറി. ബിക്കോസ് നമ്മൾ ബംഗാളി കോസ്റ്റ്യൂം സെറ്റ് ചെയ്യണമായിരുന്നു, ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ, മോഹിനിയാട്ടം, പിന്നെന്തായിരുന്നു, പിന്നെ നമ്മൾ കണ്ടംപററി, അങ്ങനെ തുടങ്ങി 5-6 സെക്ഷൻ ഉണ്ടായിരുന്നു. സത്യം പറയാലോ, ഈ നിപ്പ് അങ്ങനെ നിന്നിട്ട് ഒരു 12:45 ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും 5 മണിയാകാറായപ്പോഴാണ് ഒന്ന് ഇരിക്കാൻ അന്നേരം പറ്റിയില്ല. ബസ്സിന് ഓടേണ്ടതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടത് അതിൽ നിന്ന്. സംഭവമൊക്കെ അടിപൊളിയായിരുന്നു, പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു, കുറേ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളെ സങ്കടപ്പെടുത്തിയത് നമ്മളെ ഈ ഫംഗ്ഷന്, അതായത് ഈ ഒരുക്കാൻ വിളിച്ചത് വേറൊരു പാർട്ടിയാണ്. ഇവരുടെ ഡയറക്റ്റ് ഓഫീസിൽ നിന്നല്ല, മീഡിയേറ്റർ, ഒരു കോർഡിനേറ്റർ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പറഞ്ഞിരുന്ന പൈസയൊന്നും അവർ തന്നില്ല കേട്ടോ. നന്നായിട്ട് നമ്മളെ പറ്റിച്ചു. അതിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും ഷിൻഡോ ബ്രോയ്ക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആൾ വിളിച്ചിട്ട് ഒത്തിരി നാൾ കഴിഞ്ഞ് പറഞ്ഞ് പുറകെ നടന്നിട്ടാണ് പൈസയൊക്കെ തന്നത് എന്ന് പറഞ്ഞു. അപ്പം അതിൽ കുറച്ച് വിഷമം ഉണ്ടായി. പിന്നെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് നമ്മൾ വെറുതെ വിട്ടു. ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഓരോ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണ് കേട്ടോ. ഓരോ ഹെയർ സ്റ്റൈല്, കാര്യങ്ങൾ, ഇതൊക്കെയായിരുന്നു അവരുടെ ഫുൾ കോസ്റ്റ്യൂം. ഒത്തിരി ഉണ്ടായിരുന്നു, കഥകളി, അങ്ങനെ വിദേശത്തു നിന്നൊക്കെ വരുന്നത് കൊണ്ട്, അവരുടെ ക്ലയൻറ്റൊക്കെ ജർമ്മനി, ഇസ്രായേലിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് അവർക്ക് നമ്മുടെ കൾച്ചറൊക്കെ ഭയങ്കര അത്ഭുതം നിറഞ്ഞാണല്ലോ. ഏകദേശം ക്ലയൻറ്റ് വരുന്ന സമയമായപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി ഓടിയിരുന്നു. കാരണം 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ലേറ്റ് ആവും. അപ്പം ഇത്രയൊക്കെയുള്ള വ്ളോഗ്. ബൈ.